എടാ ഇന്റെ തന്ത കൊടുത്തറാ ആരോ ഇന്റെ തന്ത കൊടുത്തു. അന്റെ ബോസ് മുച്ചിരി ബോസ്. നീ മറ്റേ സ്ക്രാച്ച് ആൻഡ് വിന്നി കിട്ടിയല്ല. വെയിറ്റ് ആക്ക് ഇവൻ എന്നാ പൂഞ്ഞിക്കര കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. റോൾ പ്ലേ ബ്രോ താങ്ക് യു ഫോർ 179 rupees സൂപ്പർ ചാറ്റ്. മന്തി അയച്ച അത്രേ ഉള്ളൂ. റോൾ പ്ലേ അപ്ഡേറ്റ് അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിറ്റി കയറിയാലോ? കൊച്ചിറക്കാൻ അവനോട് കൊണക്ക്. ഹലോ കൊച്ചു, ഇത് നമ്മളെ ബോസാണ് കേട്ടോ. നമ്മളെ ബോസിനെ പറയല്ലേ. ബോസിനെ പറയണ്ടേ. അന്റെ ബോസ് മുച്ചിരി ബോസ്. എന്തെങ്കിലും ബിസിനസ് കഴിവും വേണം, എന്നാലേ ബോസ് ആവും. അല്ലാണ്ട് ഈ വെറുതെ വന്നിട്ട് ബോസ് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഈ പലേറ്റോ എന്റേതാ, ഇപ്പൊ സാൻഡി എന്റേതാ, അറിയോ? സാൻഡി എന്റേതാ, പലേറ്റോ എന്റേതാ. നിങ്ങക്ക് ചന്ദ്രബോസിന് എന്തുണ്ട്? സിറ്റി ഫുൾ ഉണ്ട്. റൂം എടുത്ത് കൊടുക്കുന്ന ഞാനാ, അതറിയോ? ചന്ദ്രന് റൂം എടുത്ത് കൊടുക്കുന്ന ഞാനാ. വീട്ടിൽ മറ്റേ ഗ്യാങ്സിൽ അന്നം പുറത്താക്കിയപ്പോ ഞാനാണ് റൂം എടുത്ത് കൊടുത്തത്. അന്നോട് ചന്ദ്ര കാല് പിടിച്ച് ചോദിച്ചു ഒരു റൂം വരോ പ്ലീസ് വെച്ചിട്ട് റൂം. അപ്പഴാ സ്റ്റാൻഡിൽ അങ്ങ് റൂം എടുത്ത് കൊടുത്തേ പാവല്ലേ പറഞ്ഞിട്ട്. അന്നം പുറത്താക്കിയതാ റൂമിൽ നിന്ന്. മിനാസ് മറ്റേ ഗന്നല സേലാക്കി പറഞ്ഞ ആടെ പുറത്താക്കി, അതറിയോ? ഈ ഭാര്യന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും അറിയണ്ടേ വീട്ടിൽ നടക്കുന്നത്? ഞാൻ എന്നെ പറഞ്ഞിരുന്നു എല്ലാരോട് കേറിട്ടുണ്ടല്ലോ. കണ്ണാപ്പി പറഞ്ഞല്ലോ നീ സൂര്യബോസ് പറഞ്ഞ സാർ കേറിട്ടില്ല. സാർക്ക് കേറിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ ചെക്ക് കയറിനേ ചെട്ടിയെടുക്കാൻ വേണ്ടി. അപ്പൊ ഇതറിയാൻ കയറാന്റെ കയറിയാല് ചെട്ടിയെടുക്കാൻ കയറി. അതും ചന്ദ്രന്റെ ചെട്ടി. ഒരു ചെട്ടിയേ ഉള്ള ആകെ. ഞാൻ ചെട്ടി ഇടാറില്ല. ചുമട്ടാനൊക്കെ ഷഡ്ഡിയാന്ന് ബോസേ. എന്ത് ഓൻ പമ്പർസ് ആടുന്നേ. സൂര്യബോസ് പമ്പർസ് ആടുന്നേ. അതാ വ്യത്യാസം. പമ്പർസ് മറ്റേ ഈ സേഫ്റ്റി കൊച്ചർക്ക താരമ്പല ബോസിനെ പറയല്ലേ. ഒരു മറ്റേ ഏത് ബോസ് മറ്റേ രണ്ട് ബോസ് വന്നാലും എന്റെ ബോസിന്റെ അടുത്ത് ബിസിനസ് ഉണ്ട്. ഞാൻ വെറും ബോസ് ആയതല്ല, ബിസിനസ് മാൻ ബോസ്. അതിലാണ് ബോസ് ആയത്, മനസ്സിലായാ? ഇപ്പൊ ഈ പബ്ലിക് എങ്ങനെയാ ഇടക്കിടക്ക് തൂരിക്കൊണ്ട് നമുക്കിടെ മാറിക്കൊണ്ടിക്ക. നമ്മള് ഇങ്ങനെ കൊടുന്ന എങ്ങനെയാ നമ്മൾ ഇതാക്കാം? നീ മറ്റേ സ്ക്രാച്ച് ആൻഡ് വിന്നി കിട്ടിയല്ലോ. ഇന്റെ തന്ത അല്ലല്ലോ, സ്വന്തം തന്തയല്ലോ. ഇന്നെ സ്ക്രാച്ച് ആൻഡ് വിന്നി കിട്ടിയ അല്ല ഇന്റെ തന്ത. തന്ത ഇന്നെ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ എടുത്തല്ലേ, അല്ലാണ്ട് നിന്റെ സ്വന്തം തന്തയൊന്നല്ലോ. നിന്റെ സ്വന്തം തന്തയൊന്നല്ലടാ. സിംഗിൾ സെൻ എന്ത് സിംഗിൾ? ഞാന് സിഗ്മെന്ന്. വെയിറ്റ് ആക്ക് ഇവൻ സൈഡ് ഇവൻ ഇത് വെച്ച് അടിക്കാൻ പറ്റൂ. ഇവൻ അടിക്കാൻ പറ്റുന്നില്ല. ഇല്ലേ
ഇതിലിടിക്കാൻ കഴിഞ്ഞില്ലേ ഓനെ? ഈ ചെറുക്കനാണ്ടില്ലേ ഈ ബാറ്റ് ഇവനെ അടിക്കാൻ പറ്റുമോ? ഇവനെ അടിക്കാൻ പറ്റുമോ? ചെറുതായി ഇവൻ ചെറുതായിട്ട് ഇരിക്കാൻ കഴിയില്ല. പോറാ നീ കൊച്ചിറക്കാനായിട്ട് ഇനി ഇരിക്കാൻ കഴിയില്ല. കേസാവും. ഹലോ ആ പമ്പർസ് പോയി മാറ്റി 2 പ്രാവശ്യം ദൂരയില്ലേ? എനി സ്ഥലയില്ലേ? കണ്ടില്ലല്ലോ. ഇല്ലടാ ഞാൻ പോയി എന്നെ ഇങ്ങോട്ട് പിറ്റ് ചെയ്തടാ. ഞാൻ ഇപ്പൊ തിരിച്ചിടിച്ച് ഭിത്തി കയറ്റിയവനാ. അപ്പൊ ഹായ് ഗേൾസ്. അത് അച്ഛനല്ല എന്നെ എടുത്ത 2 പെണ്ണുങ്ങളെ കമ്മിറ്റഡ് ആണോ? നീ കാണുന്ന പെണ്ണുങ്ങളെടുത്ത് കമ്മിറ്റഡ് ആണെന്ന് സെൻസസ് എടുത്ത് നടക്കുന്നു. ആ ഞങ്ങൾക്കറിയാനാ. കാരണം ഇത് നിങ്ങളോട് വല്ല ചൂടായി നിന്റെ ചെക്കൻ ചോദിക്കാൻ വരൂലേ? അതുകൊണ്ടാ. ചെക്കനോട് ചോദിക്കാൻ വരാൻ പറയണേ. എന്റെ ചെക്കനാരാ പറയേ? എനിക്ക് സെക്കൻഡ് ഒന്നും ഇല്ല. സിംഗിൾസിനോട് പെണ്ണുങ്ങളാണ്. കേസം ഉണ്ടാണ്ടൊക്കെ പെണ്ണുങ്ങളെ നൃത്തം കണ്ടോ ശരിയില്ല. കേസോ ഇത് കേസോ. ഇവിടെ എന്തോ വലിയ ഗുണ്ടെന്ന് തോന്നുന്നു. ബോസിന് വേണ്ടുന്ന പറ്റിയ പെണ്ണ് ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. ബോസിന് പറ്റിയ പെണ്ണ് ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. എടാ ചന്ദ്രു വന്നാലില്ലേ, ചന്ദ്രു വന്ന് അങ്ങ് എന്നങ്ങ് പൊക്കി പറയണം. പക്ഷെ ചന്ദ്രനങ്ങ് താഴ്ത്തരുത് കേട്ടോ. ഞാൻ ഇവിടെ മാത്രമേ താളം പൊട്ടിയിട്ടുള്ളൂ. ചന്ദ്രന്റെ അടുത്താണ് ഞാനൊരു പായം ചെങ്ങയാ. മനസ്സിലായാ? അപ്പൊ ബോസിന്റെ അടുത്ത് സാൻഡിയും പെലേറ്റലും ഇല്ലേ? ഇത് ചന്ദ്രനാരാന്ന് മറ്റേ ഇവന്റെ അച്ഛനല്ലേ? അവന്റെ അച്ഛൻ അവ ടിവിന്റെ കോഴിയിട്ടാറ്. അതുകൊണ്ട് പ്രശ്നം മനസ്സിലായാ? ജസ്റ്റ് വാച്ച്മാനല്ലേ? അതല്ലേ പ്രശ്നം. നിങ്ങൾ സിംഗിൾസിനെ തപ്പി നടക്കുന്ന സിംഗിൾസിനെ തപ്പി നടക്കുന്ന നീ സിംഗിളാണോ? ഞാൻ സിംഗിളാണ്. എന്താ മനസ്സിലായിരുന്നു? ഹലോ പറയ ചന്ദ്രു. എന്താ ചന്ദ്രു? ഹലോ ചന്ദ്രു പോയാ? ആരാടാ ബോസ്? ആരാടാ ഇത്? എന്റെ ബോസ് മുച്ചിരി ബോസ്. ഞാനും മറ്റേ ബിസിനസ് തുടങ്ങിയായിരുന്നു. അപ്പൊ അതില് ഇവ എന്റെ സ്റ്റാഫ്. അപ്പം ഒരു സ്റ്റാഫ് ബോസ് എന്നല്ലേ വിളിക്കാം. ഗണ്ണാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? സൂര്യ എന്താ പറഞ്ഞേ? അലിയ ചേച്ചി എന്തായാലും എന്നെ തോപ്പിക്കാനേ നോക്കും. മനസ്സിലായ? കാരണം അലിയ ചേച്ചിക്ക് എന്നോട് പകയുണ്ട് പണ്ടേ. സാർക്ക് ഞാനെന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ച് മറ്റേ ചന്ദ്രു ഇപ്പൊ വലിയ ആളായി. അപ്പൊ അത് അറിയാൻ വേണ്ടി ഒന്ന് ഗ്യാങ് ഹൗസ് വരുമോ? ഗ്യാങ് ഹൗസ് വരാമോ അനക്കൊന്നും കയ്യിലാന്ന് പറഞ്ഞു അലിയ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ചെടി എടുക്കാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ചെത്തി എടുക്കാനാ? ചെടി മറ്റേ അതൊന്നും അല്ല മുച്ചിരി. ചട്ടിയാ? അതിന് മുന്നേ പറഞ്ഞ ബോസ് മനസ്സിലായ? ബിസിനസ് റൂം എടുത്ത് തന്നത് ഇറക്കി വിട്ടപ്പം താമസിക്കാൻ. അല്ലല്ല ചന്ദ്രു അങ്ങനല്ല ചന്ദ്രു ഇവര് വെറുതെ പറയുന്നത്. ഞാൻ പറഞ്ഞു ചന്ദ്രു അന്ന് മറ്റേ 10 കോടിന്റെ ഒരു റൂം എന്നോട് ചോദിച്ചില്ലായിരുന്നോ? അപ്പൊ ഞാൻ ചന്ദ്രു അങ്ക് പൈസ ഞാൻ ആ റൂം സെറ്റ് ആക്കുന്നു. അതാ പറഞ്ഞു. സർക്കെ അങ്ങനെയാണ് ഇവൻ പറഞ്ഞത്. സാർക്ക് നമ്മൾ ഒന്നാണ്. സാർക്ക് 5 കോടി ചന്ദ്രു കണ്ട കൊച്ചക്കന്മാർ പറയുന്ന കേട്ടിട്ട് അങ്ങനെ പറയല്ലേ ചന്ദ്രു? അലീന പറഞ്ഞ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? കൊള്ളാം. അപ്പൊ ഇവരെയാണ് വിശ്വാസല്ലേ? ഓക്കെ സ്റ്റാഫേ പറ. ഇവരെ ആരെയും നമ്പർ പറ. ഇത് നമ്മക്ക് ഡീൽ ചെയ്യണ്ടേ? ആ ചെക്കനാണ് എല്ലാത്തിനും കാരണം.
ചെറുത് പോലത്തെ ബോസ് നീ പോയി പമ്പസ് മാറ്റിക്കേ ഇവനെ നീ പമ്പസ് മാറ്റിക്കേ വെയിറ്റ് ആക്കി ഇവനെ ഈസായിട്ട് കൊണ്ടുപോവാ ഇവനെ അങ്ങനെ ഈസായിട്ട് കൊണ്ടുപോവാ എന്താ നിന്നോടൊന്നും പറഞ്ഞില്ല നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല നീ തോറ്റെന്തറിയോ എടാ കൊച്ചർക്ക നീ തോറ്റെന്തറിയോ നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇതാരെയാ നീ കൊണ്ടുവരണ്ടേ ആരെ കൊണ്ടുപോയിട്ടും കാര്യമില്ല ബോസ് തന്നെ എന്റെ ആ ബോസ് ഓനെ എടാ കൊച്ചർക്ക പിന്നെ അത്രയുള്ളൂ ബോസേ ബോസേ മരിച്ചു ബോസേ വാ ബോസേ ഓടിക്കോ ഓട് ബോസേ 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 ഓട് അടിക്കുന്നില്ല നീ ഒരുത്തനെങ്കിൽ കൊന്നായിരുന്നു എനിക്ക് നല്ല ഉപകാരമായി ബോസ് ഇത് ഞാൻ ബോസിനോട് പറഞ്ഞ അന്ന് ബോസിന്റെ പേര് ഒന്നും അടിക്കാന്ന് പേടിച്ചോ കുടുംബപരമായിട്ട് പേടിച്ചോ ഹലോ എന്താന്ന് മോനെ എന്താ പിറ്റേന്ന് എന്തിനാ ഹലോ എന്തിനാ പിറ്റേന്ന് ഈ വണ്ടിക്ക് പിറ്റിയല്ല മോനെ ബോസിന്റെ വണ്ടിയാ എന്തിനാ പിറ്റേന്ന് ബോസേ ഞാൻ സംസാരിക്കാം ബോസ് എന്തിനാ ഈ ഏത് ഷെയ്ക്ക് ഹലോ ചന്ദ്രബോസിന്റെ മോനെ ഹലോ ഒന്ന് ഹലോ സൂര്യ ബോസ് അച്ഛനോട് ഒന്ന് സംസാരിക്കണ്ടേ കൊച്ചുകൊണ്ട് നിന്റെ അച്ഛനോട് സംസാരിക്കണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞേ പോക എന്റെ അച്ഛൻ എന്റെ അച്ഛനെ കൊടുത്തു തന്തയെ കാണണം ആദ്യം ചന്ദ്രബോസ് കള്ളക്കോഴി ഹലോ വലിയ ആളായല്ലടാ നമ്മളങ്ങ് പന്നി വിട്ടറാ ചന്ദ്രന് നമ്മള് പണി കിട്ടും ഞാൻ ഒറ്റയ്ക്ക് അവരെ 3 ആൾക്കാർ എന്റെ കൂടെ ഈ ബോട്ട് ഉണ്ടായി ഇവനാണെങ്കിൽ ഒരു ഐഡിയ അച്ഛനെ വിളിച്ചാ സംസാരിക്കാനുണ്ട് എന്താ ഇതൊരു ഐഡിയ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ നേരത്തെ ബോസ് എന്നല്ലേ വിളിച്ചേ ആ ഹലോ അപ്പളെ തോന്നി അവനൊരു ഐഡിയ അല്ലേ പറഞ്ഞ ബോസേ നിന്നെ പറഞ്ഞല്ല ഈ കൊച്ചർക്കനെ പറഞ്ഞേ എടാ ഇന്റെ തന്ത കൊടുത്തറാ ആരോ ഇന്റെ തന്ത കൊടുത്തു തന്ത കൊടുത്തു യു ഗെറ്റ് സ്ക്രാച്ച് ആൻഡ് വിൻ തന്ത തൂറി പിന്നെയും തൂറി ഇവൻ അക്കൗണ്ട് ഒരു പമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ ജാടേ അവന്റെ ബോസേ നിങ്ങൾ ഐഡി എന്ന് പറയുന്ന കേട്ടാ നിന്നെ പറഞ്ഞല്ലേ ഈ കൊച്ചുകൊണ്ടേ പറഞ്ഞാ എന്താ നീ കളിക്കുന്നീ ഒന്ന് നിന്റെ ഫാദറിനോടൊന്ന് വിളിക്കാം നമുക്കൊന്ന് മീറ്റിംഗ് വിളിക്കാണ്ടേ നിന്റെ അച്ഛനെ വിളിക്കേ അല്ലെങ്കിൽ നമ്മളെന്നെ വിളിക്കേണ്ടി വരും നിന്റെ തന്തയെ ഒന്ന് വിളിക്കോ ഒന്ന് സംസാരിക്കണ്ടേ ഹലോ എന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ ഡാഡിനെ വിളിക്കടാ ഹലോ കൊച്ചുപുണ്ട എന്നോടാ പറയുന്നത് മര്യാദക്ക് പറയുമ്പോ മര്യാദ സംസാരിക്കേ ഞാൻ ഇന്നെ എന്റെ ചുന്നി വിട്ടിട്ട് വിട്ട് കടലെറിയാനൊന്നും ഇല്ലല്ലോ ഇതിന്റെ ചെറിയ കൊച്ചേർക്കട്ടെ കാര്യം അത് വെട്ടാൻ നോക്കിയിട്ടുണ്ടെ കാലടക്കം പോകും സത്യം ഹലോ നമുക്ക് ആ സൂര്യ ബോസിനെ അങ്ങ് പൊക്കിയാലോ സൂര്യനെ ഇപ്പൊ വിടറ ഇപ്പൊ നമുക്ക് നമ്മളെ ദാസം പറഞ്ഞണം 2-3 നാളും കൂടെ എടുക്കാനുണ്ടല്ലോ നമുക്ക് കുറച്ച് റിക്രൂട്ട്മെന്റ് വേണം എന്നാ കുറച്ച് കോണടിക്കുന്ന ആൾക്കാരാണോ മനസ്സിലായ പിന്നെ ബോസ് നമ്മളെ ഗാങ്ങിന്റെ പേരൊന്നും കൂടി പറ തൃക്കാപടി തറവാട് വീട് ബാവാ അല്ല ഫാമിലിയിലുള്ള ബോസേ ആടെ എന്തോ അടി ബോസേ ആടെ എന്തോ അടി വേടേ അതാ നേർക്ക് അവരെ അടി ഇവിടെ അതാ അവരെ യൂണിവേഴ്സ് നമുക്ക് ആടെ വേണ്ട നമുക്ക് ഫ്രണ്ടിൽ പോവാം ആടെ പോവാം ഏയ്
ദർശനാന്റെ ഉപ്പ ഹലോ മീൻകാരക്കോയ ഹലോ നിങ്ങളല്ലേ മറ്റേ ദർശനാന്റെ ഉപ്പ അല്ല ഉമ്മക്കുൽസുവിന്റെ ഉപ്പയാണ് രണ്ടാളെയോ ആ ഉമ്മു കുൽസും ദർശനം പിന്നെ നിങ്ങൾക്ക് ഒരു മോനും കൂടെ ഇല്ലേ ഇവരൊന്നല്ല ആ ഒരു മോനെ കാണാണ്ടായത് ഉമ്മക്കുൽസുവിന്റെ മരുമോൻ ഞാനാ. ദർശനാന്റെ അനിയന് മറ്റേ നിങ്ങളെ മോനും അത് നിങ്ങ ഈ കയപ്പ് കാണിക്കുമ്പോ കൊറേ കയപ്പ് കാണിക്കാൻ പാടില്ല മനസ്സിലായോ ഒന്നാമതേ ബോസേ ആ കിട്ടിയിട്ടില്ല അണ്ടീനെയും കിട്ടിയിട്ടില്ല ബോസേ നോക്കിയാ നീ ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല ഇല്ലല്ലോ കിട്ടാൻ വേണ്ടിട്ട് എന്നോ സർജറിക്ക് വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല. സർജറിക്ക് വിളിച്ചാ സർജറിക്ക് വിളിച്ച് ചെന്നപ്പോ പറഞ്ഞ് ഈ അത് ഉണങ്ങട്ടെ പറഞ്ഞേ. അങ്ങനെയൊന്നല്ല ഇരുമ്പിന്റെ പൊളം തട്ടി തുരുമ്പിടിച്ചു. നീ കളവ് പറയല്ലേ ഞാൻ അറിഞ്ഞ വിവരം അവിടെ പോയപ്പോ നേഴ്സ് പിടിപ്പിച്ചു നോക്കാൻ നോക്കി വരും അപ്പൊ അയാൾ പറഞ്ഞു ചെത്തിയ സാധനം. അതെ എന്നോട് ബേറ്റാക്ക് നമ്മളെ മാർക്കറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബപ്പണ്ടി വേണോ ഇരുമ്പിന്റെ പോലെ പാണ്ടേ വേണ്ട ഇരുമ്പിന്റെ ഉണ്ടെങ്കിൽ കൊടുത്തേ എന്നോട് ബെസ്മൻ പറഞ്ഞു ഇന്നലെ. വേറൊന്നില്ല ആകെ നിങ്ങളെ ഒരു റബ്ബറിന്റെ ഒരു സാധനം ഉണ്ട് അത് മാനാൻ തരാം. വേറെ ആർക്കാരും വരട്ടെ നിങ്ങൾ മരിച്ചു ഹോസ്പിറ്റലിൽ ചെയ്ത ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ സ്റ്റീലിന്റെ ആയിരുന്നു. അതെ അത് തുരുമ്പൊടിക്കും മഴയെല്ലാം. ആ സ്റ്റീൽ ഇരുമ്പിന്റെ എന്തിനായിരുന്നു തുരുമ്പൊടിക്കും നമ്മളതാണ് റബ്ബർ ഓൾ ടൈം. ഡബറിന് എത്ര പൈസ ഞാൻ മാറ്റി എത്രയാണ് ഡബറിന് പൈസ? വാർത്ത കൊടുക്കാൻ നിങ്ങക്ക് ബപ്പണ്ടി നമ്മള് അണ്ടി കച്ചവടത്തിന് വന്നതാ ബോസേ. നമ്മളങ്ങ് വിലക്കെടുക്കല്ലേ വിലക്കെടുക്ക. അല്ല അങ്ങനല്ല ഡെയിലി വിഷമം പറയില്ലണ്ട് എന്നോട് ഈ കോയ. നിന്റെ അടുത്ത് കൊടുക്കും നിന്റെ അടുത്ത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എടാ കഥ ഇങ്ങോട്ട് വാ എടാ ഇവൻ ആളുകൊള്ള ഇവനെ നമുക്ക് റിക്രൂട്ട് ചെയ്താലോ? ഇവൻ സംസാരിക്കുന്നുണ്ട് പോണമാണോ നമുക്ക് മെയിൻ ആയിട്ട് കന്നഡയല്ലേ കന്നഡയല്ലേ എടുത്താലോ നമുക്ക് റിക്രൂട്ട്മെന്റ് ഒരു മീറ്റിംഗ് ആയിട്ട് പോവാം ഏതെങ്കിലും. അല്ല ഹലോ ബ്രോ നിങ്ങൾക്ക് ഫാമിലി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഏത് ഫാമിലി? ഒരു ഫാമിലിയാ. എന്താണ് പേരെന്താ? പേര് പറഞ്ഞുതരാ നീ വാ നടക്കാൻ അണ്ടിയില്ലാത്തൊന്നും ആവില്ല. അണ്ടിക്കുറപ്പാണ് അണ്ടിയില്ലാത്തനെ വിളിച്ചോ? അണ്ടി നീ വാ ഇപ്പൊ വണ്ടി എന്തിരോ? ഹലോ ഒരു വണ്ടി കുണ്ടിയൊന്നും ഇല്ല എന്റെ ഞാൻ പാവപ്പെട്ടനാ. അല്ലയാ നിങ്ങക്ക് കുണ്ടിയില്ലേ? അതുണ്ട് വണ്ടിയില്ല ഒരുത്തിന് അണ്ടിയില്ല ഒരുത്തിന് കുണ്ടിയില്ല. ഇതെന്താ നമുക്ക് മോഷ്ടിക്കാം അതിന്റെ ഷെയർ. അല്ല നീ അയാളെ മോനല്ലേ? അല്ലല്ല ഞാൻ അയാളെ മരുമോനാ. ഓളെ ഉമ്മക്കുൽസിനെ ഞാനെ കെട്ടുന്നു ഭാവിയില്. ഇങ്ങോട്ടോ ഏയ് ഗ്യാങ്ങിൽ കയറുമ്പോ പെണ്ണ് പാടില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. പെണ്ണാ ഇല്ല എന്നാ പെണ്ണ് പാണ്ട പോട്ടെ. മംഗലേക്കോ ആടിക്ക് നിങ്ങളെ പേരെന്താ? അതെല്ലാം പറയാ ബ്രോ ഒരു വണ്ടി നിറങ്ങിയ ബ്രോ വണ്ടി നിറങ്ങിയ ഹലോ ബ്രോ വണ്ടി ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ടിരിക്കും ബ്രോ. ഒന്നൊരു വണ്ടി എടുത്തരോ ബ്രോ? ഈ വണ്ടിയുള്ളൂ ബ്രോ എന്റെ വണ്ടി ബിസിനസ് കൂട്ടോ. നീ ഹലോ സഹോദര ഒരു വണ്ടി എടുത്തരോ? വണ്ടിയാ ഞാൻ എന്നെയും കൂട്ടോ? എനക്ക് ഒരു വണ്ടിയേ ഉള്ളൂ. എടാ വണ്ടി കക്ക എന്തിനാന്ന്? നീ വണ്ടി എടുക്ക്. നീ വണ്ടി എടുക്ക് നിന്നെയും കൂട്ടാ. റിക്രൂട്ട്മെന്റ് ഉണ്ട് നിന്നെയും കൂട്ടാ. നോക്കെ ടെസ്റ്റ് ചെയ്യട്ടെ എല്ലാരും നോക്കുന്നതാ നമ്മള്. ഇന്നത്തേക്ക് എല്ലാരും റെഡി ആക്കണം കേട്ടോ. വണ്ടി എടു നമ്മക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് വളർത്തി വണ്ടി സീറ്റ് മാറി ബോസ് മുന്നിലിരിക്കും അതിന്റെ സൈഡിലായിരിക്കും. അതൊക്കെ അത്രേ ഉള്ളു.
ബോസ് കടുവ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ കേറ് മാറ് ബാക്കിലേ ബാക്ക് ആ ചങ്ങായി നമുക്ക് ഈ വണ്ടി വിക്കട്ടാ. വെക്കണ്ട മുതലാളിയെ വിക്ക, അതാ നല്ല. അടി നമ്മളെ നിങ്ങളെല്ലാം നോക്കട്ടെ രണ്ട് ബായി കൂട്ടിയിരുന്ന ആ കുറച്ചേരം മുണ്ടാണ്ടൊക്കെ ചങ്ങായി ഒന്ന് ബായി കൂട്ടണേ. ഓക്കെ